ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. എല്ലാറ്റിനേക്കാളും വലിയ മാറ്റം ഇതാണ്. 2 കൊരിന്ത്യർ 5:17. മഹത്തായ മാറ്റം. മഹത്തായ മാറ്റം എന്നാൽ അത്ഭുതകരമായ സൗഖ്യം എന്ന് അർത്ഥമാവില്ല. അത് ഏറ്റവും മഹത്താണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഏറ്റവും മികച്ച മാറ്റം എന്താണെന്ന് പറയട്ടെ. ദൈവം മനുഷ്യനെ മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരെ മാറ്റുന്നതാണ്. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ശാരീരികമായ അത്ഭുതപ്പെടുത്തുന്ന സൗഖ്യം. ഒരു കാര്യം പറയട്ടെ, കുരുടന്മാർക്ക് കാഴ്ച കിട്ടുമ്പോൾ നമ്മൾ കരുതും, ഓ എന്തൊരു അത്ഭുതം. എന്നാൽ ദൈവം എന്നിൽ ചെയ്തത് അതിനേക്കാൾ അത്ഭുതകരമായ ഒന്നാണ്. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്നത്, എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, എൻ്റെ മനസ്സിലുണ്ടായ മാറ്റം, എൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, യാതൊന്നിനും പ്രയോജനപ്പെടാത്ത, എപ്പോഴും മുറുമുറുത്തും പിറുപിറുത്തും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിലേക്ക് പോയി ജീവിതത്തിൽ ഒരു ഫലവും കായ്ക്കാത്ത സ്ത്രീ, ഇന്ന് ജനങ്ങൾക്ക് ദിവസം തോറും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം പ്രസംഗിക്കുന്നു. ഇതെനിക്ക് ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇതുപോലെയുള്ളതായിരിക്കില്ല. പക്ഷേ ദൈവം നമ്മെ മാറ്റുന്നു. ക്രിസ്തുവിനെ പോലെ ആവാനും അവൻ്റെ സാദൃശ്യത്തിലാവാനും മാറ്റുന്നു. ഇതിന് ദൈവത്തിൽ നിന്ന് അത്ഭുതം ആവശ്യമാണ്. അതേ സഭയെ, ഇന്ന് നാം ആരാണോ അതിൽ നിന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാവുന്നതിൽ നാം ആവേശഭരിതരാവണം. ആമേൻ. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. മൊത്തത്തിൽ പുതിയ സൃഷ്ടി. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പണ്ടത്തെ പഴയ ആത്മീക സ്ഥിതി മുഴുവനായി മാറ്റപ്പെട്ടു. ഇതാ പുത്തൻ പുതിയത് വന്നിരിക്കുന്നു. ഈ സന്ദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കണ്ടില്ലേ? ഇതിൽ ഇങ്ങനെ പറയുന്നു, പഴയ സ്ഥിതി മാറി. എല്ലാവരും പറയൂ, മാറി. നീങ്ങിയിരിക്കുന്നു. എന്നിട്ട് പുതിയതായിരിക്കുന്നു. പറയൂ, മാറി, പുതിയതായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും മുൻപേ നമുക്ക് കിട്ടിയവയെ ലഭ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ദൈവത്തെ നാം ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നത് അത്ഭുതമാണ്. അവൻ നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും വിശ്വസിക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിക്കാനായി അവൻ കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പഴയ സ്ഥിതി മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ സ്ഥിതി നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നും, എങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഇപ്പോഴും മോശമായി പെരുമാറുന്നത്? ഒരുപക്ഷെ ദൈവം നൽകിയ വരങ്ങൾ തുറന്നു നോക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാത്തതിനെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാവാം. ചിലപ്പോൾ നിങ്ങൾ അറിയേണ്ടതായ ചില തത്വങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സത്യം ഇതാണ്, നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവ പൈതലാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു പുതിയ രീതിയിൽ പെരുമാറാനും പുതിയൊരു ജീവിതം നയിക്കാനും ആവശ്യമായതെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നത് വരേക്കും ഒന്നും മാറാൻ പോകുന്നില്ല. അത് നിങ്ങൾ വിശ്വസിക്കണം, അതുവരെ മാറില്ല. നിങ്ങൾ ആദ്യമേ ഉള്ള ഒരു കാര്യം നേടാൻ ശ്രമിച്ച് ജീവിതകാലം പാഴാക്കരുത്. നിങ്ങൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അസ്വസ്ഥർ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്തെങ്കിലും മാറുന്നതിന് മുൻപ് മാറേണ്ടത് നിങ്ങളുടെ മനസ്സാണെന്ന്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുതുപുത്തനാക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അവനോട് പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ദൈവത്തിൻ്റെ വിത്ത്, വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ബീജമെന്ന്, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ബീജമുണ്ട്. അത് വിത്തായി നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ആ വിത്തിനെ ദൈവവചനം എന്ന വെള്ളം കൊണ്ട് നനയ്ക്കണം. അതിൽ നിന്ന് കളകൾ പറിച്ചു മാറ്റണം. എന്നാൽ അത് തിങ്ങി വിങ്ങില്ല. കുറേശ്ശെയായി ആ ചെറിയ വിത്തുകൾ വലുതായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവയ്ക്ക് വേരുണ്ടാകും. വേദപുസ്തകം പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നി വളരുവിൻ. യേശുക്രിസ്തുവിൽ വേരൂന്നി വളരുവിൻ. നിങ്ങൾക്ക് വിത്തുകളുണ്ട്. അവയിൽ വേര് പിടിക്കണം. വിത്തിൽ വേരുകൾ ഉണ്ടായാൽ നിങ്ങളുടെ അകത്തുള്ള നല്ല കാര്യങ്ങൾ വളർന്ന് പെട്ടെന്നൊരു ദിവസം എല്ലായിടത്തും മുളച്ചു വരും. നിങ്ങൾ വളരെ നല്ല ഫലം ഉൽപ്പാദിപ്പിക്കും. മറ്റുള്ളവർ അതുകൊണ്ട് പോഷിപ്പിക്കപ്പെടും. ദൈവത്തിൽ വളരുക എന്നത് എളുപ്പമായിരിക്കുകയില്ല. പക്ഷേ അതിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. എഫേസ്യർ 1:3
സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവവും ആര് എന്നെങ്കിലും നമ്മെ വാഴ്ത്തും? അല്ല. ശരി, നമുക്കൊന്നും കൂടി ശ്രമിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ശരി, ഒരിക്കൽ കൂടി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതിനാൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവമേ എനിക്ക് അനുഗ്രഹം വേണം. ഇങ്ങനെയാണ് പറയേണ്ടത്: എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ആവശ്യമായ ഒരേ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൽ നിങ്ങൾ ആരാണ് എന്നറിയണം. നിൽക്കൂ. യേശുവിൻ്റെ മരണത്തിലൂടെയും ഉയിർത്തെഴുന്നേൽപ്പിലൂടെയും നിങ്ങൾക്ക് അവകാശമായി കിട്ടിയത് എന്താണെന്നറിയാമല്ലോ. യേശുവിനോടുകൂടി നമ്മളും അവകാശികളാണ്. പിതാവിൽ നിന്ന് അവന് കിട്ടിയതൊക്കെയും നമുക്കും ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവൻ നമ്മിൽ ജീവിക്കുന്നു, നമ്മൾ അവനിലും. ഇതാണ് പുതിയ പിറവിയിലൂടെ സംഭവിക്കുന്ന മഹാ അത്ഭുതം. ദൈവം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അതിനെ പരിശുദ്ധമാക്കാൻ വരുന്നു. അവിടെ തൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ അയക്കുന്നു. ന്യായമായും നീതിപരമായും നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. നിങ്ങളുടെ കാൽ ഭൂമിയിൽ പതിച്ചിരിക്കുകയാണെങ്കിലും യേശുക്രിസ്തുവിനോടുകൂടി നിങ്ങളുടെ ഒരു ഭാഗം സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ഈ തത്വം നിങ്ങൾക്ക് വേദപുസ്തകത്തിലുടനീളം കാണാം. യേശുവിൽ, 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 യേശുവിൽ. നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊരു ത്രിജന്മമാണ്. നിങ്ങൾക്ക് ആത്മാവുണ്ട്, ഒരു ഹൃദയമുണ്ട്, നിങ്ങളൊരു ശരീരത്തിൽ ജീവിക്കുന്നു. ആത്മീകമായി നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്. നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ. ശാരീരികമായോ ജഡീകമായോ ആയിട്ടുള്ളതിനേക്കാൾ നിങ്ങളുടെ ആത്മീക മനുഷ്യനെ ശക്തീകരിക്കണം. അങ്ങനെ ചെയ്താൽ താമസിയാതെ എങ്ങനെയാണ് പുറമേയും ഉള്ളിലും ജീവിക്കേണ്ടതെന്നും എന്ത് ചെയ്യണമെന്നും നിങ്ങൾ പഠിക്കും. ലോകത്തിന് പുറകോട്ടുള്ളതിനെക്കുറിച്ചാണ് ചിന്ത. നിങ്ങൾക്കെല്ലാം ശരിയായി ലഭിച്ചിരിക്കുന്നു. നമ്മൾ സത്യസന്ധമായി ജീവിക്കണം. ആദം പാപം ചെയ്യുന്നതിന് മുൻപ് പൂർണ്ണമായും ആത്മാവിൽ നടന്നു. എല്ലാം അവൻ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കണ്ടു. അവൻ അത്ഭുതകരമായ സൃഷ്ടി വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഓരോ മൃഗങ്ങളെയും പേര് വിളിക്കുന്നത് ഒരു വലിയ ദൗത്യമാണെന്ന് തോന്നുന്നില്ലേ? പറയൂ. എനിക്കാണെങ്കിൽ അതിനൊരു ആയുസ് മുഴുവനും എടുക്കും. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേരുകളൊന്നും കിട്ടാതെയാവും. അയാൾക്ക് അത്ഭുതകരമായ സൃഷ്ടി വൈഭവമുണ്ടായിരുന്നു. അതീവ ശക്തി അയാൾക്കുണ്ടായിരുന്നു. അയാൾ ശരിയായിട്ടാണ് ജീവിച്ചിരുന്നത്. അയാളുടെ ആത്മീക മനുഷ്യന് ഉയർച്ചയുണ്ടായിരുന്നു. പക്ഷേ അയാൾ പാപം ചെയ്തപ്പോൾ ആത്മീകത മരിച്ചു. ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അയാളുടെ ശരീരവും ഹൃദയവും അയാളെ ഭരിക്കാൻ തുടങ്ങി. അതിനുശേഷം ആദ്യമായി സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അയാൾ ഭയത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. അയാൾ സ്വയം പരിപാലിക്കാൻ ആരംഭിച്ചു. അയാൾ വസ്ത്രം ധരിക്കാൻ ശ്രമിച്ചു തുടങ്ങി. എന്നിട്ട് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റി. ദൈവവുമായുണ്ടായിരുന്ന ബന്ധങ്ങൾ നഷ്ടമായി. ദൈവം നമ്മെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ട് ഉടനെ പുനരുദ്ധാരണത്തിനൊരു പദ്ധതി ഉണ്ടാക്കി. ഉടൻ തന്നെ ദൈവം പുനരുദ്ധീകരണത്തിന് ഒരു പദ്ധതി ഉണ്ടാക്കി. അതായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യനായി അവതരിപ്പിച്ച് നമ്മുടെ പാപങ്ങളെ അവനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത്. അങ്ങനെ എന്നേക്കുമായി ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ വഴിയുണ്ടാക്കി. അതെല്ലാം യേശുവിലൂടെയാണ് ചെയ്തത്. നമുക്ക് സ്വയം നരകത്തിൽ പോകാൻ തോന്നിയാൽ അല്ലാതെ സാത്താന് ആരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയുന്ന ആരും തന്നെ രക്ഷിക്കപ്പെടാതിരിക്കാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും വാതിൽ തുറന്നിട്ടുണ്ട്. ഓരോ പുരുഷനും സ്ത്രീക്കും കുട്ടിക്കും തലമുറയ്ക്കും ദൈവത്തെ വ്യക്തിപരമായി അറിയാനുള്ള വായ്പുണ്ട്. അതിനൊരു പുരോഹിതന്റെ മധ്യസ്ഥം ആവശ്യമില്ല. ഒരു ഉപദേശിയുടെ മധ്യസ്ഥം ആവശ്യമില്ല. അമ്മയുടെയോ അച്ഛൻ്റെയോ മധ്യസ്ഥം ആവശ്യമില്ല. ദൈവവുമായി സ്വന്തം ബന്ധം സ്ഥാപിക്കാനാവും. രണ്ടാം കിടബന്ധം ദൈവവുമായി സ്ഥാപിക്കേണ്ടതില്ല. സ്വന്തമായി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആവേശമില്ലെങ്കിൽ ആർക്കും നിങ്ങളെ സഹായിക്കാനാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആരാണെന്നത് നിങ്ങൾ അറിയണം.
നിങ്ങൾക്ക് എന്തുണ്ട് എന്നും അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് എന്നും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയിരിക്കുന്നു. എല്ലാം ഇപ്പോൾ പുതിയതായി മാറി കഴിഞ്ഞു. നിങ്ങൾ പാപത്തിന് മരിച്ചു. അതെ, ഞാൻ നിങ്ങളുടെ ആത്മീയതയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെയും മാറ്റിവെച്ച് നിങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് പ്രധാനം. എനിക്ക് തോന്നുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ജോയ്സ്, പക്ഷെ എന്തോ അങ്ങനെ ഒരു തോന്നലില്ല. എൻ്റെ ജീവിതത്തിൽ കണ്ണോടിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടിയതായി തോന്നുന്നില്ല. എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയോ അതെൻ്റെ അടുത്ത് വരാതെ പോയി. അല്ല, നമ്മുടെ തോന്നലുകളേക്കാൾ ദൈവം പറയുന്നത് വിശ്വസിക്കാനാണ് നാം പഠിക്കേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ അതിൻ്റെ ഇഷ്ടപ്രകാരം പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുത്തുകൂടെ? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ തോന്നലുകൾക്ക് മുൻപിൽ തലകുനിഞ്ഞ് അവ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാൻ പാടില്ല. ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടും അവരോട് നന്നായി സംസാരിക്കാനും പെരുമാറാനും കഴിയുമെന്നറിയാമോ? അതെ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാകുമോ, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, സാധിക്കും. നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളോട് പറഞ്ഞത് ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് തീർച്ചയായും ചെയ്യാനാവും. കാരണം നിങ്ങളുടെ ആത്മീക മനുഷ്യൻ സാധാരണ മനുഷ്യനേക്കാൾ ശക്തനാണ്. നമ്മൾ അനുഗ്രഹീതരാണ്. ഇത് വ്യക്തമാക്കാൻ ഞാൻ സ്റ്റാഫിനോട് ഒരു സമ്മാനം വാങ്ങി പാക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ദൈവം നമുക്ക് രക്ഷയുടെ വരം നൽകുന്നു, അർത്ഥവത്തായ എല്ലാം നൽകുന്നു. ഇതൊരു മനോഹരമായ സമ്മാനമാണ്. പക്ഷേ ഇത് തുറന്നു നോക്കിയില്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ഉപയോഗമില്ല. ദൈവത്തിൽ നിന്ന് കിട്ടിയ പല വരങ്ങളും തുറന്നു നോക്കി അതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാത്ത എത്രയോ പേരുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പെട്ടിയിലുള്ളത് എന്താണെങ്കിലും അതിനൊരു നിർദ്ദേശ പുസ്തകമുണ്ടാവും. ഇനി നിങ്ങൾക്കറിയാമോ, ഈ സാധനം ശരിയായി പ്രവർത്തിപ്പിക്കാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിലെ നിർദ്ദേശ പുസ്തകം വായിക്കുന്നില്ല. അതാരുടെ കുറ്റമായിരിക്കും? ചിലർക്കൊരു പക്ഷേ അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടാവില്ല. കാരണം അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നറിയാൻ നിങ്ങളത് വായിക്കുന്നില്ല. എനിക്ക് ഈ നിർദ്ദേശ പുസ്തകങ്ങളെക്കുറിച്ച് അറിയാം. കാരണം എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. സമ്മാനം എനിക്കിഷ്ടമാണ്. പക്ഷേ അതായത് എൻ്റെ കാറിലൊരു സാധനമുണ്ട്. പക്ഷെ വാങ്ങിയ അന്ന് മുതൽ എനിക്കത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അതിൻ്റെ നിർദ്ദേശ പുസ്തകം ഡാഷ്ബോർഡിനകത്താണ്. കാറിലെ റേഡിയോ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നറിയാൻ ഞാൻ 5 മിനിറ്റ് അത് വായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ആ റേഡിയോയുടെ ബട്ടൺസ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് തിരിക്കും, പക്ഷേ പ്രവർത്തിക്കുകയില്ല. എൻ്റെ സ്വഭാവമുള്ള ആരെങ്കിലും ഇവിടെ വന്നവരിലുണ്ടോ? ഞാൻ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നത് 20 വർഷം മുൻപ് എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞതനുസരിച്ചാണ്. എൻ്റെ മകൻ ചോദിക്കും, എന്താണ് അമ്മ ഇത്? അമ്മ എന്താണ് ഈ ചെയ്യുന്നത്? ഇപ്പോഴും അമ്മയുടെ പുസ്തകങ്ങൾ ഫ്ലോപ്പി ഡിസ്കിലാണോ ഡൗൺലോഡ് ചെയ്യുന്നത്? എന്താണിതമ്മേ? നോക്ക്, അമ്മ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്കതൊന്നും പഠിക്കാൻ ഇപ്പോൾ സമയമില്ല. അവൻ പറയുന്നതനുസരിച്ചാൽ കുറേ സമയം ലാഭിക്കാമെന്നറിയാം. മാത്രവുമല്ല കൂടുതൽ എളുപ്പവുമായിരിക്കും. പക്ഷേ സംഗതി ഇതാണ്, എനിക്ക് നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാൻ വയ്യ. ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ശരി. പക്ഷേ ആത്മീക ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. വിജയകരമായ ജീവിതം നയിക്കുന്നത് എങ്ങനെ എന്ന നിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. രാവിലെ എഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് അധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ സങ്കീർത്തനം വായിക്കാൻ ആരംഭിക്കൂ. അന്നത്തെ ദിവസം മുഴുവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സദൃശവാക്യം വായിക്കൂ. നിങ്ങൾക്കൊരു വലിയ തീരുമാനമെടുക്കാനുണ്ട്. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയവുമില്ല. ആരോടോ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ഇതിലേക്ക് ചെന്ന് മാപ്പ് കൊടുക്കൽ, സ്നേഹം, ദയ, കൃപ, ന്യായം വിധിക്കാതിരിക്കൽ, വിമർശിക്കാതിരിക്കൽ, ഇവയെക്കുറിച്ച് എഴുതിയതെല്ലാം വായിച്ചു നോക്കൂ. അധികം താമസിയാതെ നിങ്ങൾ മനസ്സ് മാറ്റാൻ തുടങ്ങും. നമുക്ക് എഫേസ്യർ 1 ഒരൽപ്പം കൂടി വായിക്കാം. 3-ാമത്തെ വാക്യം, ഏതാനും വാക്യങ്ങൾ നമുക്ക് നോക്കാം. എഫേസ്യർ 1. പറയൂ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വിജയകരമായി ജീവിക്കാനുള്ളതെല്ലാം എനിക്കുണ്ട്. നിങ്ങൾ സമർത്ഥരാണെങ്കിൽ ഒരു പുതിയ പാപമേറ്റുപറച്ചിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങും.
എന്നിട്ട് ഞാൻ ഈ മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുന്നത് വരെ ദിവസവും 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഓരോ പ്രാവശ്യവും വചനം പറയുമ്പോൾ നിങ്ങൾ മനസ്സ് പുതുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നേരായി ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി പുറത്തേക്ക് പോകും. കാരണം അവൻ്റെ സമയം തീർന്നിരിക്കും. ശരിയായി ചിന്തിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവന് നിങ്ങളോട് കള്ളം പറഞ്ഞ് കബളിപ്പിക്കാനാവില്ല. 3-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവവും പിതാവുമായ മശീഹ വാഴ്ത്തപ്പെട്ടവൻ തന്നെ. സ്വർഗരാജ്യത്തിലെ ഓരോ അനുഗ്രഹവും അവൻ നമുക്കായി നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൽ. ഇപ്പോൾ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുക്കുന്നില്ല. നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയവരും നല്ലവരുമാണ് എന്നതുകൊണ്ടും തിരഞ്ഞെടുത്തിട്ടില്ല. അവൻ തിരഞ്ഞെടുക്കാൻ കാരണം യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതവൻ ലോകസ്ഥാപനത്തിന് മുൻപേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മെ അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അറിഞ്ഞിട്ടുണ്ട്. ആരാണ് നേരായത് ചെയ്യുക, ആരാണ് തെറ്റായത് ചെയ്യുക എന്നെല്ലാം. ദൈവം പറഞ്ഞു, എൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അവരെ എൻ്റെ കൂടെ ബന്ധം സ്ഥാപിക്കാൻ ക്ഷണിക്കും. നാം അവൻ്റെ മുന്നിൽ കുറ്റമില്ലാത്തവരും, അതായത് കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരും ആവണമെന്നതുകൊണ്ട് അവനത് ചെയ്തു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കുറ്റബോധത്തെ ഒഴിവാക്കൂ. ക്രിസ്തുവിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. 6-ാം വാക്യം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. 7-ാം വാക്യം. അവനിൽ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഇതിൽ ഇനിയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവനിൽ നാം കാണേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇനി 14-ാം വാക്യം നമുക്ക് നോക്കാം. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവാണ് അച്ചാരം, ഉത്തരവാദിത്വം. പുറത്തുപോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് വാഹനങ്ങളോ വാഷിംഗ് മെഷീനോ അതുപോലെയുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങളോ വാങ്ങുമ്പോൾ ഉത്തരവാദിത്വം തരുന്നുണ്ടോ എന്ന് നോക്കുന്ന എത്ര പേരുണ്ട്? ദൈവവും നമുക്ക് ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ഞാൻ നിനക്ക് ഈ വരം നൽകുന്നു, നിനക്ക് ഞാൻ ഈ നിർദ്ദേശ പുസ്തകം നൽകുന്നു, എല്ലാം നന്നായി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിനക്ക് ഉത്തരവാദം നൽകുന്നു. ഒടുവിൽ എല്ലാം നല്ല രീതിയിൽ ഫലം നൽകും. പക്ഷേ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ അറിയണം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോകും, അങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. കാരണം നിങ്ങളിൽ വസിക്കാൻ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു? കാരണം നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരാനും അത് നമ്മൾ ആനന്ദിക്കുവാനും മറ്റുള്ളവർക്കും അത് ആനന്ദകരമാക്കാനും അവനെ കൊണ്ടേ സാധിക്കൂ. നിങ്ങളെ മാറ്റാൻ സ്വയം ശ്രമിച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെറുതെ സമയം പാഴാക്കുകയാണ്. കാരണം അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സ്വന്തം ശക്തിയാലോ ബലത്താലോ അല്ല, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത്രേ എന്ന് ദൈവം പറയുന്നു. ഇനി 2 കൊരിന്ത്യർ 5:20. ദേവ്, നിങ്ങളൊന്ന് ഇവിടെ കയറി വരുമോ? അതേ, ദേവനെ സഹായിക്കാൻ പോകുന്നു. ദേവിനെ കാണാൻ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും, കാരണം അദ്ദേഹം സുന്ദരനാണ്. 2 കൊരിന്ത്യർ 5:21 നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്കായി 20-ാം വാക്യം വായിക്കാം. ദേവ്, ഞാൻ വിളിക്കുന്നവരെ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾക്ക് 2 കൊരിന്ത്യർ 5:21 മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാവുന്നത് ഉറപ്പായിരിക്കും. ശരി, തമാശ കളയാല്ലേ. ഇനി നോക്കൂ 20-ാം വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. ദൈവം നമ്മിലൂടെയാണ് തൻ്റെ നിവേദനം നൽകുന്നത്. ഇതിൽ പറയുന്നു, ദൈവത്തോട് നിരന്നു കൊൾവിൻ. എൻ്റെ ദൈവമേ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ദൈവത്തോട് നിരന്നു കൊൾവിൻ. കണ്ടോ, ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകിയിരിക്കുന്നു, നിങ്ങൾ ഇത് മുറുകെ പിടിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കൂ, അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് കണ്ടുപിടിക്കൂ, ഉത്തരവാദിത്തത്തെപ്പറ്റി കണ്ടുപിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് നൽകിയതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഏതോ ഒരു സ്ത്രീ, ലോസ് ഏഞ്ചൽസിലെ ഡ്രീം സെന്ററിലെ
കാരോലിൻ ബാർണറ്റ്, പലരും അവിടെ പോയിട്ടുണ്ടാവും. അവർ എനിക്കൊരു മനോഹരമായ സമ്മാനം അയച്ചു. എൻ്റെ സ്റ്റാഫ് പറഞ്ഞു, നിങ്ങൾക്ക് പുറകിലെ മുറിയിൽ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, അത് തുറക്കാൻ ഞാൻ ഒട്ടും താമസിക്കില്ല. ആ പെട്ടിക്കുള്ളിൽ എന്താണെന്നറിയാതെ ഈ സ്റ്റേജിൽ കയറാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ ഞാൻ ആ പാക്കറ്റ് തുറന്നു. അതിനകത്ത് മനോഹരമായ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. മനോഹരം. അതിൻ്റെ മുകളിൽ സ്വർണ്ണ നിറത്തിൽ ഒരു കുരിശുമുണ്ടായിരുന്നു. എത്ര മനോഹരമാണത്! നന്ദി, വളരെ നന്ദി. പക്ഷെ കണ്ടോ, ഒരു സാധാരണ സമ്മാനം തുറക്കാൻ ഞാൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് നൽകിയ സമ്മാനങ്ങൾ തുറക്കാൻ ഞാൻ എന്തുകൊണ്ട് ബന്ധപ്പെട്ടുകൂടാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾക്കിതാ ഒരു സമ്മാനം എന്ന് പറഞ്ഞ് തന്നാൽ, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് തുറക്കാൻ ശ്രമിക്കും, അല്ലേ? ഒട്ടും സമയം പാഴാക്കില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കാമെന്ന് കാത്തിരിക്കില്ല. നിങ്ങൾക്കത് തുറന്ന് കാണണം. എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അറിയാത്തത് വല്ലതും ആണെങ്കിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും, അല്ലേ? ഇത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവം പറയുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഈ വചനം എനിക്കിഷ്ടമാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ പാപം അറിയാത്ത യേശു ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമുള്ളവനായി മാറിയിരിക്കുന്നു. നമുക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി പാപം എന്തെന്നറിയാത്തവൻ പാപമുള്ളവനായി മാറിയിരിക്കുന്നു. ഇത് വളരെ ലളിതമാണ്. യേശു നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പകരം അവൻ്റെ നീതി നൽകി. അവൻ നിങ്ങൾക്ക് അവൻ്റെ നീതി നൽകി. ദൈവവുമായി നിലനിൽപ്പ് തന്നു. എൻ്റെ ജീവിതത്തിലെല്ലാം തലച്ചോറിൽ ഒരു റെക്കോർഡ് പാടിക്കൊണ്ടേയിരുന്നു. എന്താണ് എൻ്റെ കുഴപ്പം? ഞാൻ കരുതി, ഞാൻ എന്താ മറ്റുള്ളവരെ പോലെ അല്ലാത്തത്? എന്തുകൊണ്ടാണ് അച്ഛൻ എന്നെ പീഡിപ്പിച്ചത്? എന്താണ് എൻ്റെ കുഴപ്പം? എന്നാൽ ശരിയായ പെരുമാറ്റത്തിലൂടെ നീതി സമ്പാദിക്കേണ്ടതില്ലെന്ന് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. മറ്റൊരാളെ പോലെ ആയിട്ട് എനിക്ക് നീതി സമ്പാദിക്കേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് ദൈവവുമായി ശരിയായ നിലപാടുണ്ട്. അതിങ്ങനെയാണ് പ്രവർത്തിക്കുക. ഡേവ് ഒന്ന് വന്നെന്നെ സഹായിക്കാമോ? ഡേവാണിപ്പോൾ ദൈവം. ഇങ്ങോട്ട് വരൂ. ഇനി ഇങ്ങനെയാണത് പ്രവർത്തിക്കുക. ഇത് നോക്കൂ. ഇത് പരിശുദ്ധനായ ദൈവം, ഇത് വെള്ളവസ്ത്രം. എന്നിട്ട് ദൈവം എൻ്റെ വസ്ത്രം എന്നിൽ നിന്ന് എടുക്കുന്നു. ഇതെന്റെ പാപമാണ്. എന്നിട്ട് ഞാൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ പറയുന്നു, ജോയ്സ്, നിന്റെ പഴയ കുഴപ്പങ്ങൾ എനിക്ക് തരൂ, ഞാൻ അതെടുക്കും, എന്നിട്ട് നിനക്ക് എൻ്റെ നീതി ധരിപ്പിക്കും. ഇതാ ദൈവം തന്റെ വസ്ത്രം നൽകി. ഒരു മിനിറ്റ്, ദേവ് ഇങ്ങോട്ട് വരൂന്ന്. അയ്യോ, ഞങ്ങളെല്ലാം കൂടി ഉഴപ്പിയെന്ന് തോന്നുന്നു. ഈ നീതിയുടെ വസ്ത്രം നിങ്ങൾ അണിയുക. ഇത് നിങ്ങൾക്ക് അല്പം വലുതായിരിക്കും, തരക്കേടില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇത് അധികം വലുതല്ല, ഇത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. അത് പോട്ടെ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ തീർച്ചയായും ചെയ്യുക. ദേവ് നയം വ്യക്തമാക്കി. ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. ഞാൻ നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ സഹായിക്കുകയായിരുന്നു. കണ്ടില്ലേ, അവന് നിങ്ങളുടെ പാപങ്ങൾ നൽകിയാൽ അവൻ നിങ്ങൾക്ക് നീതി നൽകും. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് വലുതായിരിക്കും. എന്നാലും നാം അതിനായി വളരേണ്ടിയിരിക്കുന്നു. ദൈവം ബൈബിളിൽ പറയുന്നത് പോലെയാണോ നിങ്ങൾ ജീവിക്കുന്നത്, അതോ നിങ്ങളുടെ തോന്നലുകൾ പ്രകാരമാണോ? റോമർ 8:8 പറയുന്നു, ജഡസ്വഭാവത്തിൽ നടക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമോ, നമുക്ക് തോന്നലുകൾ ഉണ്ടാവാം, പക്ഷേ അവയുടെ മുന്നിൽ തലകുനിച്ച് അവ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org
നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.